الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوة المؤمنون أوصيكم بتقوى الله أعوذ بالله من الشيطان الرجيم شهد الله أنه لا إله إلا هو والملائكة وأولو العلم قائما بالقسط لا إله إلا هو العزيز الحكيم ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, തഖ്വയുള്ളവരായി ജീവിക്കണേ എന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്. ഇന്നലെ രാത്രി 9:30 മണിയോടുകൂടി കേരള നദവത്തുൽ മുജാഹിദീൻ ജനറൽ സെക്രട്ടറിയും ഹിലാൽ കമ്മിറ്റി ചെയർമാനും കേരള ജമിഅത്തുൽ ഉലമ പ്രസിഡന്റുമായിട്ടുള്ള എം മുഹമ്മദ് മദനി അല്ലാഹുവിലേക്ക് യാത്രയായിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മരണവാർത്ത ഇന്ന് എല്ലാ പത്രങ്ങളിലും ഉണ്ട്. അദ്ദേഹത്തിന്റെ പ്രഭാവത്തെപ്പറ്റിയും സ്വഭാവത്തെപ്പറ്റിയുമൊക്കെ പത്രങ്ങൾ ധാരാളം എഴുതിയിട്ടുണ്ട്, സോഷ്യൽ മീഡിയയിലുമൊക്കെ ഉണ്ട്. ഒരു കാലഘട്ടത്തിൽ തന്റെ ചെറുപ്പത്തിൽ തന്നെ വളരെയധികം ഈ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം. ധാരാളക്കണക്കിന് ശിഷ്യഗണങ്ങൾ അദ്ദേഹത്തിനുണ്ട്. വളരെ ഹൃദ്യമായ സ്വഭാവത്തോടുകൂടി വർത്തമാനം പറഞ്ഞ് തന്റെ ജീവിതത്തിന്റെ കാലഘട്ടത്തിന്റെ അവസാനം വരെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഓടി നടന്ന ആളാണ്. കൃത്യം ഒരു മാസം മുമ്പ് അദ്ദേഹത്തെ നേരിൽ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അല്ലാഹു തആല എന്റെ ശബ്ദത്തിന് ഇതുവരെ യാതൊരു കേടും വരുത്തിയിട്ടില്ല എന്ന്. ശരീരത്തിന് ഒരുപാട് രോഗങ്ങളുണ്ടെങ്കിലും എന്റെ ശബ്ദം ഇപ്പോഴും അതേപോലെ ഒരു കേടുമില്ലാതെ നിലനിൽക്കുന്നു എന്നൊരു അനുഗ്രഹം അല്ലാഹു ചെയ്തിട്ടുണ്ട് എന്ന്. നല്ലൊരു പ്രഭാഷകനായിരുന്നു അദ്ദേഹം. എപ്പോഴും പരലോകവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് അവതരിപ്പിക്കാറുള്ളത് കൂടുതലായും. എന്തായിരുന്നാലും ഇന്ന് 4:30 മണിക്ക് അദ്ദേഹത്തിന്റെ ജനാസ ഖബറടക്കം നടക്കും, മയ്യത്ത് നമസ്കാരം നടക്കും. ഒരുപാട് ആളുകൾ അവിടേക്ക് പോയിട്ടുണ്ട്. ഞാൻ ഇന്നലെ രാത്രി കേട്ടപാട് തന്നെ അവിടെ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ സുബ്ഹിക്കാണ് എത്തിയത്. 4:30 മണിക്ക് കൊടിയത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത്, മുക്കത്തിനടുത്ത് ചെറുവാടി എന്ന് പറയുന്ന സ്ഥലത്തിന്റെ അടുത്തുള്ള കൊടിയത്തൂർ സലഫി മസ്ജിദിന്റെ ഒരു ഗ്രൗണ്ടിൽ വെച്ചാണ് നിസ്കാരം നടക്കുന്നത്. ജുമഅ കഴിഞ്ഞാലും പോകാൻ സമയമുണ്ടാകും. സാധിക്കുന്നവർക്ക് പങ്കെടുക്കാം എന്നറിയിക്കുകയാണ്. അല്ലാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പണ്ഡിതന്മാര് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ തൗഹീദിന് സാക്ഷിയായവരാണ്. ഓരോ പണ്ഡിതന്റെ മരണവും
സമൂഹത്തിന് വലിയ വിടവുകളാണ് നൽകുന്നത്. പൂർവികര് പറഞ്ഞത് മൗത്തുൽ ഉലമ സുൽമത്തുൽ ഉമ്മ എന്ന്. ആലിമുകളുടെ മരണം നമ്മുടെ സമുദായത്തിനൊരു വലിയ വിടവാണ്. അല്ലാഹു തആല ഏറ്റവും ആദരിച്ച വ്യക്തിത്വങ്ങളിൽപ്പെട്ടവരാണ് യഥാർത്ഥത്തിൽ പണ്ഡിതന്മാർ, ശരിയായിട്ടുള്ള ദീനിലെ പണ്ഡിതന്മാർ. അള്ളാന്റെ മാർഗത്തിൽ അറിവ് നേടുകയും അത് പ്രചരിപ്പിക്കുകയുമൊക്കെ മുഅല്ലിമുൽ ഖുർആൻ, ഖുർആൻ പഠിപ്പിക്കുകയുമൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ലോകത്തുള്ള എല്ലാവരും ബർക്കത്തിനു വേണ്ടി പ്രാർത്ഥിക്കുമെന്ന്. ഹത്തൽ ഹൈതാനു ഫിൽ മാ, സമുദ്രത്തിലുള്ള മത്സ്യങ്ങൾ വരെയാണ്. വലിയ ബന്ധമില്ലാത്തതാണല്ലോ സമുദ്രത്തിലെ മത്സ്യങ്ങൾ. അവര് വരെ മുഅല്ലിമുൽ ഖുർആനിന് വേണ്ടി, ഖുർആൻ പഠിപ്പിക്കുന്നവർക്ക് വേണ്ടി, ഖുർആനിന്റെ പ്രചാരകർക്ക് വേണ്ടി, പണ്ഡിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന്. അള്ളാഹുവിന്റെ ഉലൂഹിയത്തിന് സാക്ഷ്യം വഹിച്ചവരുടെ കൂട്ടത്തിൽ സൂറത്ത് ആലി ഇംറാനിൽ അള്ളാഹു പറഞ്ഞ ഒരായത്താണ് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചത്. ഷഹീദ് അല്ലാഹ്, അല്ലാഹ് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവ, അല്ലാഹു അല്ലാതെ ഒരു ആരാധ്യനില്ല എന്ന് അല്ലാഹു സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. വൽ മലായികത്തു, മലക്കുകളും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. പിന്നെ വഉലുൽ ഇൽം, അറിവുള്ളവരും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് എന്ന്. അള്ളാന്റെ കൂടെ മലക്കുകളുടെ കൂടെ ചേർത്ത് പറഞ്ഞത് മൂന്നാമത്തെ വിഭാഗം അറിവുള്ളവരാണ്. ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹി അൽ ഉലമ, അള്ളാഹുവിന്റെ അടിമകളിൽ നിന്ന് അള്ളാഹുവിനെ ഏറ്റവും അറിഞ്ഞ് മനസ്സിലാക്കുന്നത്. അറിവിന്റെ ആകത്തുക അതാണ്. കുറെ ഭാഷ പഠിച്ചതുകൊണ്ടോ കുറെ ടെക്നിക്ക് പഠിച്ചതുകൊണ്ടോ ഒന്നും റബ്ബിനെ കണ്ടെത്താനും പടച്ച തമ്പുരാനെ അറിയാനും കഴിഞ്ഞിട്ടില്ല എങ്കിൽ അത് ജഹാലത്താണ്, അത് ഇൽമല്ല. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് ഫഅലം, നീ പഠിക്കേണ്ടത്, അറിയേണ്ടത് അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അറിവാണ് നേടേണ്ടത്. അതാണ് സമൂഹത്തിൽ കൊടുക്കേണ്ടത്. അവിടെ നിന്നാണ് ബാക്കി എല്ലാ കാര്യത്തിന്റെയും തുടക്കം. ലോകം കാണുമ്പോൾ, ലോകത്തെ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ് കാണുമ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട വിഷയം അതാണ്. അള്ളാന്റെ തൗഹീദാണ് അറിയേണ്ടത് എന്നാണ്. അതുകൊണ്ട് തന്നെ ഉലമാഇനെ അള്ളാഹു പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. ഖുർആനില് കാണാൻ സാധിക്കും, അമ്മൻ ഹുവ ഖാനിതുൻ ആനാ അൽ-ലൈലി സാജിദൻ വഖായിമൻ യഹ്ദറുൽ ആഖിറത വയർജു റഹ്മത റബ്ബിഹി. രാത്രി ഇബാദത്തിൽ മുഴുകുന്ന ആളുകൾ. ആലിം ഇബാദത്ത് ചെയ്യുന്നവനും കൂടിയായിരിക്കണം, അപ്പോഴാണ് ആലിം എന്നാകുന്നത്. അറബിയില് ആലിം എന്ന് പറയുന്നത് ഇബാദത്ത് കൂടെ ചെയ്യുന്നവനെയാണ്. അല്ലാത്തവന് സാഹിബു ഇൽം എന്നാ പറയാ, അറിവുള്ളവൻ എന്നാണ് പറയാ. രാത്രിയിൽ അവൻ ഇബാദത്ത് ചെയ്യും. സാജിദൻ വഖായിമൻ യഹ്ദറുൽ ആഖിറ വയർജു റഹ്മത റബ്ബിഹി, റബ്ബിനെ ആഗ്രഹിച്ച്, പ്രതിഫലം ആഗ്രഹിച്ച്. ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂൻ വല്ലദീന ലാ യഅലമൂൻ, നബിയെ ചോദിക്കുക, അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാണോ? ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ളവരെ ചിന്തിക്കുള്ളൂ. അറിവുള്ളവരും അറിവില്ലാത്തവരും സമമല്ല. ലാ യസ്തവി എന്ന് പറഞ്ഞിട്ട് അല്ലാഹ് പറയുന്നു, വലല്ലില്ലു വൽ ഹറൂർ വലല്ലുലുമാതു വലന്നൂർ. അന്ധനും ബധിരനും ഇരുട്ടും വെളിച്ചവും സമമല്ലാത്തതുപോലെ തന്നെ ജഹലും അറിവും സമമല്ല. അറിവുള്ളവൻ യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്തിൻ, നിങ്ങളിൽ വിശ്വാസം നൽകപ്പെട്ട ആളുകളും അറിവ് നൽകപ്പെട്ട ആളുകളെയും അള്ളാഹു ഉയർത്തും. എത്രത്തോളം ഉയർത്തും? 1000 ആബിദ് മരണപ്പെട്ടാലും
ഒരു ആലിമിന്റെ മരണം ഏൽപ്പിക്കുന്ന നഷ്ടം ലോകത്തിനുണ്ടാവൂല. ആബിദ്, ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ, നന്നായി ഇബാദത്ത് ചെയ്യും, രാവും പകലുമില്ലാതെ ഇബാദത്താണ്. അങ്ങനത്തെ 1000 ആളുകള് മരണപ്പെട്ടാലും അവർക്ക് നഷ്ടപ്പെട്ടു എന്നല്ലാതെ ഒന്നും നഷ്ടപ്പെടാനില്ല. പക്ഷെ ഒരു പണ്ഡിതൻ നഷ്ടപ്പെട്ടാൽ അത് ലോകത്തിന് വലിയ നഷ്ടമാണ്. നമ്മൾ കരുതിയ പോലെയല്ല. പണ്ഡിതന്മാര് ഒഴിച്ചുകൂടാൻ പറ്റാത്തവരാണ്. ആലോചിച്ച് നമുക്ക് എന്തിനും പണ്ഡിതന്മാര് വേണം. നിസ്കാരത്തിന് പണ്ഡിതന്മാര് വേണ്ടേ, നോമ്പിന് പണ്ഡിതന്മാര് വേണ്ടേ, ഹജ്ജിന് പോകുമ്പോ പണ്ഡിതന്മാര് വേണ്ടേ. ഒരു മതപണ്ഡിതൻ ചില കടകളൊക്കെ ഉദ്ഘാടനം ചെയ്യുമ്പോൾ പോലും അവിടെ ചില മതപണ്ഡിതന്മാര്, വേറെ ചില ദുരുദ്ദേശങ്ങൾ ഉണ്ടാവും. അതല്ല പറയുന്നത്. ഒരു പണ്ഡിതന്റെ സാന്നിധ്യം, അവന്റെ അറിവ്, വലിയ ആലിമിൻ ഉഖ്റ അലാമാത്തുൻ ഖുറ, ഒരുപാട് അറിയപ്പെടുന്ന നേട്ടങ്ങള്, ലക്ഷണങ്ങള് ആലിമുകൾക്കുണ്ട് എന്നാണ് സയ്യിദ് മഖ്ദൂം പറയാ, തന്റെ അദ്കിയയിൽ പറയാ. വലിയ ആലിമിൻ ഫളലുൻ അലാമൻ യഅ്ബുദൂൻ, ഇബാദത്ത് ചെയ്യുന്നവനേക്കാൾ ശ്രേഷ്ഠതയുണ്ട് ആലിമിന്, അറിവുള്ളവന്. ഏതുപോലെ ഫളലുൽ ബുദൂരി അലൽ കവാകിബി ഫിൽ ജലാ, ചന്ദ്രന്, പരിപൂർണനായ പൂർണ്ണചന്ദ്രന്, ബദർ പൂർണ്ണചന്ദ്രന് നക്ഷത്രങ്ങൾക്കിടയിൽ എത്രത്തോളം സ്ഥാനമുണ്ടോ അത്രത്തോളം സ്ഥാനം ഒരു ആലിമിനുണ്ട് എന്ന്. അതുകൊണ്ട് മഹാനായ ഇബ്നു ഖയ്യിം ജൗസി റഹ്മഹുല്ലാഹ് പറയാ, ആലിമീങ്ങളില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. 3 കാര്യമാണ്. അൽ ഉലമാഉ കന്നുജൂം, അദ്ദേഹം പറയാം, ആലിമുകൾ എന്ന് പറഞ്ഞാൽ നക്ഷത്രം പോലെയാണ്. നക്ഷത്രം പോലെയാണ്. എന്താ നക്ഷത്രം? ഖുർആനിൽ 3 സ്ഥലത്ത് നക്ഷത്രങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വലഖദ് സയ്യന്ന السماء الدنيا بمصابيح وجعلناها رجوما للشياطين. നക്ഷത്രം അതാണ്. സയ്യന്ന السماء الدنيا, ആകാശത്തിന്റെ അലങ്കാരമാണ് നക്ഷത്രങ്ങളെങ്കിൽ ദുനിയാവിന്റെ അലങ്കാരമാണ് പണ്ഡിതന്മാർ. ദുനിയാവിന് സീനത്താണ്. വലഖദ് സയ്യന്ന السماء الدنيا بزينة الكواكب. അല്ലാഹു പറയാ, നക്ഷത്രം വെച്ചാണ് ഞാൻ അലങ്കരിച്ചിട്ടുള്ളത്. കേവലം ഡെക്കറേഷൻ അല്ലല്ലോ, അല്ലെങ്കിൽ പന്തലല്ലല്ലോ. പന്തലിന് ഭംഗി കൂടുന്നത് ഡെക്കറേറ്റ് ചെയ്യുമ്പോഴാണ്, ദീക്കോർ, അത് അലങ്കരിക്കുമ്പോഴാണ്. ആകാശത്തിന്റെ അലങ്കാരം നക്ഷത്രങ്ങളാണ്. ഉലമാക്കൾ സീനത്താണ്. ഒരു സദസ്സിൽ ഒരു ആലിമുണ്ടെങ്കിൽ അതിനൊരു സീനത്തുണ്ട്. ഒരു വീട്ടിലൊരു ആലിമുണ്ടെങ്കിൽ ആ വീടിനൊരു ഭംഗിയുണ്ട്. ഒരു പള്ളിയിൽ ഒരു ആലിമുണ്ടെങ്കിൽ ആ പള്ളിക്കൊരു ഭംഗിയുണ്ട്. എന്നൊക്കെ പോയി വേറെ കാര്യം. ഒരു നാട്ടിലൊരു നല്ല ആലിമുണ്ടെങ്കിൽ ആ നാടിനൊരു ഭംഗിയുണ്ട്. അതാണ് ഒന്നാമത്തത് നക്ഷത്രം. രണ്ടാമത്തത് ജഅൽനാഹാ റുജൂമൻ ലിശ്ശയാത്തീൻ, അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ കട്ടുകേൾക്കുന്ന പിശാചുക്കളെ ആട്ടിയോടിക്കാൻ നക്ഷത്രങ്ങൾ ഉപയോഗിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. ഇല്ലാ മൻ ഇസ്തറഖ അസ്സംഅ ഫഅത്ബഅഹു ശിഹാബുൻ മുബീൻ, കട്ടുകേൾക്കുന്നവനെ ഒരു ചെങ്കോൽ അയച്ച് നശിപ്പിക്കും നക്ഷത്രങ്ങളെ കൊണ്ട്. ആലോചിക്കൂ, സമൂഹത്തിൽ നടക്കുന്ന ദുരാചാരങ്ങളെയും ദുർമാർഗങ്ങളെയും തടഞ്ഞ് എറിഞ്ഞാട്ടി അവിടെ സത്യപ്രസ്ഥാനം സ്ഥാപിക്കാൻ ഉലമാക്കൾക്ക് കഴിയൂ എന്നതാണ്. ഒരു സലഫി പണ്ഡിതൻ മരണപ്പെടുമ്പോ തീർച്ചയായും ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു കാലത്ത് നമ്മുടെ സമൂഹം എല്ലാവിധ പുരോഗമനത്തിൽ നിന്നും എതിരായിരുന്നു. നമുക്ക് കേട്ടിട്ടുണ്ടാവും, യതീംഖാന സ്ഥാപിക്കുന്നതിനെതിരെ, സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനെതിരെ, ഗവൺമെന്റ് ജോലിക്കെതിരെ, ആര്യഭാഷ പഠിക്കുന്നതിനെതിരെ, ഇംഗ്ലീഷ് ഭാഷ പഠിക്കുന്നതിനെതിരെ. അവരെയൊക്കെ ഇത്തരം ഇന്ന് മരണപ്പെട്ട പണ്ഡിതന്മാരെ പോലെയുള്ള ആളുകളുടെ ചെറുപ്പകാലത്ത്
എടാ നരകത്ത് പോയാൽ കുറച്ച് വെള്ളം ചോദിക്കണമെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കണമെന്ന് പറഞ്ഞിട്ട് വിളിച്ചു കൊടുന്ന് പഠിപ്പിച്ചുണ്ടാക്കി പുരോഗതിയുടെ പിന്നിൽ നിന്ന മഹാന്മാരാണ് ഇവരൊക്കെ. ജഅൽനാഹാ റുജൂമൻ ലിശ്ശയാത്തീൻ. നാട്ടിൽ നടക്കുന്ന ദുരാചാരങ്ങൾ, അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ, ജാറം, ദർഗ പൂജ, മന്ത്രവാദം തുടങ്ങിയ കാര്യങ്ങൾ, അന്ധവിശ്വാസങ്ങൾ, അതിനൊക്കെ എതിര് നമ്മുടെ നാട്ടിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ. അതേപോലെ തന്നെ മനുഷ്യരെ വിദ്യാഭ്യാസപരമായി പുരോഗമിച്ചു, സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ചു. അതൊക്കെ നക്ഷത്രങ്ങളാണ്. ഉലമാക്കൾ നക്ഷത്ര, ഉലമാഉ കന്നുജൂം വജഅൽനാഹാ റുജൂമൻ ലിശ്ശയാത്തീൻ. നക്ഷത്രത്തെ കുറിച്ച് അല്ലാഹു പറഞ്ഞു. മൂന്നാമതായി നക്ഷത്രത്തെ കുറിച്ച് പറഞ്ഞത് വഅലാമാത്തിൻ വബിന്നജ്മി ഹും യഹ്തദൂൻ. മനുഷ്യന് വഴികാട്ടിയാണ് നക്ഷത്രങ്ങൾ. കടലിലൊക്കെ ഒറ്റപ്പെട്ടു പോയ മത്സ്യപ്പിടുത്തക്കാർക്ക് ആധുനിക ലൈറ്റ് ഹൗസുകൾ കണ്ടുപിടിക്കുന്നതിന്റെ മുമ്പ് നക്ഷത്രത്തിന്റെ ദിശകൾ നോക്കിയിട്ടായിരുന്നു കപ്പലുകൾ അവർ ഓടിച്ചിരുന്നത്. വ്യക്തമാണ്. ഉലമാ നാട്ടുകാർക്ക് ദിശാബോധം നൽകാനുള്ളവരാണ്. നാട്ടിൽ നടക്കുന്ന അനാചാരത്തിൽ കൂടി അത് ഒന്നുകൂടി കോപ്പ് കൂട്ടിക്കൊടുക്കാനുള്ളതല്ല ഉലമാക്കള്. പലപ്പോഴും സങ്കടകരമാണ്. നമ്മുടെ ഉലമാക്കള് പലപ്പോഴും അതിൽ പെട്ടുപോകാൻ അറിയാതെ. അവർക്ക് അല്ലാഹു ഹിദായത്ത് കൊടുക്കട്ടെ. യഥാർത്ഥത്തിൽ ഉലമാക്കള് ജനങ്ങൾക്ക് ഹിദായത്ത് കൊടുക്കണം. ഒരു ലൈറ്റ് ഹൗസ് പോലെ പ്രവർത്തിക്കണം. വഴിതെറ്റി നടക്കുന്നവർക്ക്, നിസ്കാരം അറിയാത്തവൻ അത് പഠിപ്പിക്കണം, നോമ്പറിയാത്തവരെന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം, ഹജ്ജിൽ തെറ്റി നടക്കുമ്പോൾ അത് പറഞ്ഞു കൊടുക്കണം, വിശ്വാസപരമായ അന്ധവിശ്വാസങ്ങൾ വരുമ്പോൾ അത് തിരുത്തി കൊടുക്കണം. ഒരു ഹിദായത്താണ്. നീ കാരണം ഒരാള് ഹിദായത്തായാൽ ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫീഹാ. ദുനിയാവിലുള്ളതും ദുനിയാവിലുള്ളതിനേക്കാൾ അതിലുള്ളതിനേക്കാൾ ഒക്കെ ഉത്തമമാണെന്ന് ആലോചിച്ചു നോക്കൂ. വളാഞ്ചേരി അങ്ങാടിയിൽ 1 സെന്റ് സ്ഥലത്തിന്റെ വില എന്താണ് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. വളാഞ്ചേരി അങ്ങാടിയിലെ 1 സെന്റ് സ്ഥലം അപ്പൊ ലോകത്തെ മുഴുവൻ ഒരാൾക്ക് കിട്ടിയാൽ എത്ര മഹത്തരമാണ്. ഒരൊറ്റ മനുഷ്യന് ഹിദായത്ത് കിട്ടിയാൽ ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫീഹാ. ഈ ദുനിയാവിലുള്ളതും അതിലുള്ളതും മുഴുവനും, ദുനിയാവും അതിലുള്ളതും മുഴുവൻ കിട്ടിയതുപോലെയാണ്. അത് മറ്റുള്ള മതക്കാരല്ല, നമുക്ക് തന്നെ കിട്ടിയാൽ മതി. ഒരു വിവരമില്ലാത്തൊരു മനുഷ്യന് കിട്ടിയാൽ മതി. അതുകൊണ്ട് ഇബ്നുൽ ഖയ്യിം ജൗസി റഹിമഹുല്ലാഹ് പറയാം, നക്ഷത്ര തുല്യമാണ് പണ്ഡിതന്മാർ. മഹാനായ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു മരണപ്പെടുക. അദ്ദേഹം കാത്തിബുൽ വഹ്യ, അള്ളാന്റെ റസൂലിന്റെ വഹി എഴുതി വെച്ചിരുന്ന സഹാബിയാണ്. അദ്ദേഹത്തെ മറമാടിയപ്പോ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം റഈസുൽ മുഫസ്സിരിൻ, ഏറ്റവും നല്ല തഫ്സീറിന്റെ വ്യാഖ്യാതാവാണ്. അദ്ദേഹം പറയാം, ഇൽമ് നഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് കാണണമെങ്കിൽ ഇങ്ങോട്ട് നോക്കിക്കോളൂ. അദ്ദേഹത്തെ മറവിയ, ഒരു പണ്ഡിതനെ മറവിയ, സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു മറവിയുമ്പോ പറയാം, ഇൽമ് നഷ്ടപ്പെടുന്നത് കാണണമെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് നോക്കണം. മാത്രമല്ല, ഇദ്ദേഹത്തെ മാത്രമല്ല ഇന്നിവിടെ മറവ് ചെയ്യുന്നത്, ഇദ്ദേഹത്തിന്റെ കൂടെ ഒരുപാട് അദ്ദേഹത്തിന്റെ കൂടെ ധാരാളം ഇൽമും മറവ് ചെയ്യപ്പെടുന്നു എന്നാണ്. ഒരുപാട് അറിവുകൾ ഖബറടക്കപ്പെടുന്നു ഒരു പണ്ഡിതൻ മരണപ്പെടുമ്പോൾ. പണ്ഡിതന്മാരുടെ മരണം മുസീബത്തുൻ, നാടിനൊരു മുസീബത്ത്. ഖുർആൻ പറയുന്നുണ്ട്, അവലം യറൗ അന്നാ നഅതിൽ അർള നൻഖുസുഹാ മിൻ അത്റാഫിഹാ. അവർ കാണുന്നില്ലേ ഞാൻ ഈ ഭൂമിയെ ചുരുക്കി ചുരുക്കി കൊണ്ടുവരുന്നു. നൻഖുസുഹാ മിൻ അത്റാഫിഹാ, ഈ ഭൂമിയെ ഞാൻ ചുരുക്കി ചുരുക്കി ഇങ്ങനെ കൊണ്ടുവരികയാണ്. എങ്ങനെയാണ് ഭൂമിയെ ചുരുക്കി കൊണ്ടുവരുന്നത്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വ്യാഖ്യാനിച്ചത്, ഉലമാക്കളെ മരിപ്പിക്കും, ഉലമാക്കളും മരിക്കും, ആലിമീങ്ങളും മരിക്കും, പണ്ഡിതന്മാര് മരിക്കും. അങ്ങനെ മരിച്ചാൽ ഈ ലോകത്ത് ദിശാബോധം. ആലോചിച്ചു, ഒരു ലൈറ്റ് ഹൗസ് അണഞ്ഞു പോയാൽ അവരൊക്കെ സഞ്ചരിക്കും, ഒരു ലക്ഷ്യത്തിലെത്താൻ കഴിയില്ല. ആളുകൾ നട്ടം തിരി. യഥാർത്ഥത്തിൽ പണ്ഡിതന്മാരുടെ ദാരിദ്ര്യം കൂടിക്കൊണ്ടിരിക്കുക.
അവസാന നാളിന്റെ ലക്ഷണമാണത്. പണ്ഡിതന്മാർ മരണപ്പെടുന്നത് ഖിയാമത്ത് നാളിന്റെ ലക്ഷണമാണ്. വയക്സുറുൽ ജഹൽ, ജഹലതി അധികരിക്കും. വയക്സുറുൽ ഹർജ്, കൊലപാതകം അധികരിക്കും. ആലോചിച്ചു, ഇന്നത്തെ ഒരു പത്രം എടുത്ത് നോക്കിയാൽ എത്ര കൊലപാതകത്തിന്റെ വാർത്തയാണ് അടുത്തടുത്ത് വരിക. പണ്ട് എവിടെയൊക്കെയോ കേട്ടിരുന്ന ന്യൂസ് നമ്മുടെ അയലോകത്ത് കേൾക്കാൻ തുടങ്ങി. വ്യഭിചാരത്തിന്റെ വാർത്തകൾ, ലഹരിയുടെ വാർത്തകൾ. എങ്ങനെയാണ് ജഹൽ അധികരിക്കുക? ജഹൽ അധികരിക്കുമ്പോ ഇന്നല്ലാഹ ലാ യർഫഉൽ ഇൽമ ഇന്തിസാഅൻ യന്തസിഉഹൂന, ഇൽമു ഉയർത്തപ്പെടും. ഖിയാമത്ത് നാളിന്റെ ലക്ഷണമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനങ്ങളാണ്. ഇൽമു ഉയർത്തപ്പെടും. അറിവില്ല എന്നല്ല, നല്ല കാര്യമായിട്ടുള്ള അറിവുകൾ, ദിശാബോധം ഒക്കെ ഇല്ലാതാവും. അതെങ്ങനെയാണ്? അത് ഒരു മനുഷ്യന്റെ അടുത്ത് ഈ എൽമുകളൊക്കെ പാടങ്ങനെ ഒറ്റ കൂട്ടിക്കൊടുത്തിട്ടൊക്കെ കൂടി സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്ത് കൊടുക്കലല്ല. അങ്ങനെയാണല്ലോ ഇപ്പം നമ്മൾ ഡിലീറ്റ് ചെയ്യല് കമ്പ്യൂട്ടറിലൊക്കെ. എല്ലാം പാടങ്ങനെ കൊടുത്തിട്ട് സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ബട്ടൺ ഒന്ന് അമർത്തിയാൽ ഖലാസ് എല്ലാം കഴിയും. അങ്ങനെ എല്ലാം അന്ന് നബി പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഇൽമാരും ഡിലീറ്റ് ചെയ്യൂല, ഇങ്ങനെ ഇൽമ ഡിലീറ്റ് ചെയ്യാൻ പറ്റൂല. വലാകിൻ ബിഖബ്ലിൽ ഉലമാ, ഉലമാക്കൾ ഓരോരുത്തർ എങ്ങനെ മരിച്ചു. ഒരു ഉലമ മരിക്കുമ്പോ അതിന് പകരം വെക്കാൻ ആളുണ്ടാവില്ല. ഒരു ആലിമ് മരിക്കുമ്പോ ആലിമിന് പകരം വെക്കാൻ ആരും ഉണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്യുന്നറിയോ? അങ്ങനെ ഹത്താലം യുബ്ഖി ആലിമ, ഒരൊറ്റ ആലിമും ഇല്ലാതിരിക്കുമ്പോ ഇത്തഖദന്നാസ് റൂസൻ ജുഹാല, ജനങ്ങള് തമ്മിൽ ഭേദമുള്ള ഒരാളെ നേതാവായി സ്വീകരിക്കും. അങ്ങനെ ഫസഅലു, അവരോട് ചോദിക്കും പോയിട്ട്. അപ്പൊ അഫ്തോല് ഫത്വ കൊടുക്കും. വല്ലല്ലോ അതല്ലോ, അവരോ പഴച്ചു ബാക്കിയുള്ളവരെ പഴപ്പിക്കുകയും ചെയ്യും. ആലോചിച്ചോക്കൂ, ഇന്നത്തെ സോഷ്യൽ മീഡിയ എടുത്തു നോക്കിയാൽ കാണാം, എല്ലാവരെയും ആക്ഷേപിച്ചുകൊണ്ടിരിക്കുക. വിവരമുള്ളവരും വിവരമില്ലാത്തവരും ഒക്കെ പരസ്പരം എല്ലാവരും കള്ളന്മാരാന്ന് പറയാം, പൂഴ്ത്തിവെപ്പുവരാന്ന് പറയാ, വിവരമില്ലാത്തവരാന്ന് പറയാ, ആക്ഷേപങ്ങൾ. റസൂലിന്റെ കാലത്തെ മുനാഫിക്കിന്റെ സ്വഭാവമായിരുന്നു ഇത്. അവർക്കൊരു നിർഭയത്വത്തിന്റെ വാർത്ത വന്നാൽ, അല്ലെങ്കിൽ ഒരു ഭയപ്പാടിന്റെ വാർത്ത വന്നാൽ അവരത് പെട്ടെന്ന് പ്രചരിപ്പിക്കും. അത് ഇൽമില്ലാത്തതിന്റെ ഗുണമാണ്. അല്ലാഹു പറയാ, വലൗ റദ്ദൂഹു ഇലർ റസൂൽ, ഈ കേട്ട സംഭവത്തെ റസൂലിലേക്കൊന്ന് മടക്കിയിരുന്നുവെങ്കിൽ, ശരിയാണോ എന്നൊന്ന് അന്വേഷിച്ചിരുന്നുവെങ്കിൽ, വൈല ഉലിൽ അംരി മിൻകും, നിങ്ങളിലെ നേതാക്കന്മാരായ ഇൽമുള്ള അറിവുള്ള ആളുകളിലേക്ക് മടക്കിയിരുന്നുവെങ്കിൽ, ലഅലിമഹുൽ ലദീന യസ്തംബിതൂനഹു മിൻഹു, അതിനെ ശരിക്ക് പഠിച്ച് മനസ്സിലാക്കിയ ആളുകൾ ആ കാര്യത്തെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. ഒരു ഫത്വ, ഒരു മസ്അല. ആലോചിക്കൂ, നമ്മുടെയൊക്കെ നാട്ടിലെ അവസ്ഥ എന്താ? 4 റക്അത്തുള്ള ളുഹർ 3 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടിയാൽ അവിടെ മഹല്ല് കമ്മിറ്റി 3 ഗ്രൂപ്പാവും. ഇപ്പോഴത്തെ പ്രത്യേകത അങ്ങനെയാണ്. തിരുത്തി കൊടുക്കാൻ ആലിമില്ല, എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കാൻ ആലിമ്യങ്ങളില്ല. ഇമാമിനറിയോ? ഇമാമിന് നമ്മുടെ ഭാഷ അറിയാ, ഒന്നും അറിയില്ല, നിസ്കരിക്കാനും ഓതാനും മാത്രമേ അറിയുള്ളൂ. ആരെയും കുറ്റപ്പെടുത്തില്ല, പറഞ്ഞു കൊടുക്കാൻ അറിയില്ല. ഇമാമ് നിൽക്കുമ്പോ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് ഫല്യഉമ്മക്കും അഖ്റഉക്കും, നിങ്ങളിൽ ഏറ്റവും അറിവുള്ളവൻ ഇമാമ് നിൽക്കട്ടെ. മഅ്മൂമീങ്ങളുടെ തെറ്റ് തിരുത്താനുള്ള ഇൽമ് ഇമാമ് നിൽക്കുന്നവരുണ്ടാവണം. ഇതോ ഒന്നുമില്ല. അത് വെറുതെ പറയല്ല. ചില ആളുകളൊക്കെ സംശയം ചോദിക്കുന്ന ചോദ്യങ്ങൾ. ഒരു ജുമുഅ ഒരു സുജൂദന്റെ വിട്ട് കളഞ്ഞിട്ടാണ് നിസ്കരിച്ചത്. ഒരു സുജൂദന്റെ ഇതില്ല, പിറ്റത്തെ ആഴ്ച ചോദിക്കണേ എന്താ സംഭവിക്കുക, പറഞ്ഞു കൊടുക്കാറില്ല. ചെയ്യാൻ അറിയോ? അറിയാതെ പോയി. അപ്പൊ അതിന്ന് ശരിക്ക് മനസ്സിലാക്കി ചിന്തിച്ച് പഠിച്ച് കാര്യങ്ങൾ വ്യക്തമാക്കി പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ അവർക്കൊരു പ്രശ്നമില്ല, കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവും. ഇല്ലെങ്കിലോ അത് പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇതൊക്കെ മനുഷ്യ സഹജമാണ്. പല കാര്യങ്ങളും ചിലപ്പോ സംസാരത്തിൽ വരുന്ന അബദ്ധമായിരിക്കാം, ചിലപ്പോ തെറ്റിപ്പറഞ്ഞതായി, മനുഷ്യന്മാരല്ലേ, ചിലപ്പോ തെറ്റിപ്പറഞ്ഞതായിരിക്കാം.
ഏതെങ്കിലും ഒരു പ്രാസംഗികനോ ഒരു പണ്ഡിതനോ എവിടെയെങ്കിലും ഫത്വ കൊടുത്തേടത്തോ സംസാരിച്ചെടുത്തോ എന്തെങ്കിലുമൊക്കെ ഒരു പിഴവ് വന്നാൽ അത് മാത്രം എടുത്ത് അതത് പ്രചരിപ്പിക്കുമെന്നാണ്. അപ്പൊ അതിനെ തിരുത്തി കൊടുക്കാൻ പറ്റിയ ഉലമാക്കൾ നാട്ടിലുണ്ടാവണം. വിശുദ്ധ ഖുർആൻ പറയാം. അതുകൊണ്ട് ഓരോ ആലിമിന്റെയും മരണം അവിടെ പകരം വെക്കാനില്ലാത്ത മരണമാണ്. സഹാബത്ത് അല്ലെങ്കിൽ പ്രവാചകന്മാര് പേടിച്ച കാര്യമായ ഒരുപാട് കാലം കഴിഞ്ഞിട്ടും കുട്ടികളില്ലാത്ത സക്കരിയ അലൈഹിസ്സലാം, അദ്ദേഹം എന്തിനാണ് കുട്ടിയെ ചോദിച്ചത്? കുട്ടിക്ക് വേണ്ടി ഒരു കുട്ടിയല്ല, മകന് വേണ്ടി ഒരു മകനല്ല. ഫഹബലി മില്ലദുൻക വലിയ, പടച്ചോനെ എനിക്കൊരു കുട്ടിയെ തരണം. എന്തിന് കുട്ടിയെ തരണം? യരിസുനി വയരിസു മിൻ ആലി യാഖൂബ്. നമ്മുടെ മക്കൾ തന്നെ ആവണമെന്നില്ല. ഒരു പണ്ഡിതനുണ്ടെങ്കിൽ ചിലപ്പോ ആ പണ്ഡിതന്റെ മക്കൾ തന്നെ പണ്ഡിതന്മാരായി. അതില്ലെങ്കിൽ ആ പണ്ഡിതന്റെ ശിഷ്യന്മാര് വെളിച്ചമായി മാറും, നാട്ടിന് വെളിച്ചമായി മാറും. എല്ലാരും നല്ല സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കാൻ, നല്ലൊരു പ്രോഗ്രാം നടക്കാൻ, പെട്ടെന്ന് കറണ്ട് പോയി, എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? ഇതാണ് ഒരു പണ്ഡിതന്റെ മരണം ലോകത്ത് സൃഷ്ടിക്കുന്നത് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. പെട്ടെന്ന് നിലച്ചു പോയാൽ, ഒരു വെളിച്ചം കെട്ടുപോയാൽ നമ്മുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? അത്ര നല്ലൊരു പ്രോഗ്രാം നടക്കാൻ നമുക്കറിയാലോ, നമ്മൾ പലതും കണ്ടിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ കണ്ടിട്ടുണ്ട്, വേറെ ചില ആൾക്കാരുടെ പരിപാടിയിൽ കണ്ടിട്ടുണ്ട്. പെട്ടെന്ന് മൈക്ക് ഓഫ് ആകുകയും കറണ്ട് പോവുകയൊക്കെ ചെയ്താൽ ഉണ്ടാകുന്ന ഒരു പ്രയാസങ്ങൾ, അതാണ് പണ്ഡിതന്റെ മരണം എന്ന്. അപ്പോ എന്തുകൊണ്ട് പ്രാർത്ഥിച്ചു? എനിക്കൊരു മകനെ തരണം. ഫഹബലി മില്ലദുൻക വലിയ. എന്തിന്? യരിസുനി വയരിസു മിൻ ആലി യാഖൂബ്, എന്നെ അനന്തരമെടുക്കാൻ, യാക്കൂബ് നബിയുടെ കുടുംബത്തിൽ നിന്ന് അനന്തരമെടുക്കാൻ. എന്താ അനന്തരം എടുക്കുന്നത്? പറമ്പും സ്വത്തും ബിൽഡിംഗ് ഒന്നല്ല. അൽ ഉലമാ അൽ അംബിയ ലം യുവറസു ദീനാറൻ വലാ ദനാനിറ. ഒരൊറ്റ പ്രവാചകനും ദിർഹമും ദീനാറും അനന്തരമെടുത്തിട്ടില്ല. ഇന്നമാഹും വറസുൽ ഇൽമ, അവര് അറിവാണ് അനന്തരമെടുത്തത് എന്ന്. അറിവാണ് അനന്തരമെടുത്തത്. ഇപ്പൊ അതാണ് ഇല്ലാത്ത. ഒരു പണ്ഡിതൻ മരണപ്പെടുമ്പോ ആ പണ്ഡിതന്റെ സ്ഥാനത്ത് വരാൻ മറ്റൊരു പണ്ഡിതൻ വരുന്നില്ല. ഇൽമ് കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. അതുകൊണ്ട് ഉള്ളവർ നേതാക്കന്മാരാവും. അങ്ങനെ ഉള്ളവർ നേതാക്കന്മാരായാലോ അവര് ജനങ്ങളെ പഴപ്പിക്കും. അവരോ പഴച്ചുപോയി, അവരോട് ഫത്വ ചോദിക്കുന്ന ആളുകളും പഴച്ചുപോയി. അതുകൊണ്ട് പണ്ഡിതന്മാരുടെ മരണം മുസീബ, അതൊരു മുസീബത്താണ്. മുസീബത്താണെങ്കിൽ അള്ള പറഞ്ഞിട്ടുണ്ട്, നമുക്കൊരൊറ്റ കാര്യം ചെയ്യാൻ കഴിയുള്ളൂ. മരിക്കേണ്ട സമയമായാൽ ആർക്കും മരിക്കണം. പണ്ഡിതനായതുകൊണ്ട് മരിക്കാതിരിക്കൂല, ജാഹിലായതുകൊണ്ടും മരിക്കാതിരിക്കൂല. നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, കഴിയുന്നതും മതപണ്ഡിതന്മാരെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. നമ്മുടെയൊക്കെ മക്കളെ നമുക്കതാക്കാൻ ശ്രമിക്കണം. ഇല്ലെങ്കിൽ ആരെങ്കിലും അതിന് തയ്യാറാകുന്നുണ്ടെങ്കിൽ അവരെ പരമാവധി സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. ഇതൊക്കെ ആവശ്യം. ആലോചിച്ചു, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എവിടെയാണ് ഒരു പണ്ഡിതന്റെ സാന്നിധ്യം ആവശ്യമില്ലാത്തത്? പക്ഷെ നമ്മൾ ചിന്തിക്കുന്നില്ല. നമുക്കൊക്കെ നല്ല ഇമാമ് വേണം. നമ്മളാരെങ്കിലും ഉണ്ടോ? നമുക്കൊക്കെ വേണ്ടത്, എല്ലാ പള്ളിക്കമ്മറ്റിക്കും വേണ്ടത് നല്ല ഇമാമിനെയാണ്. പള്ളിക്കമ്മറ്റിയിലത്തെ ആരെങ്കിലും അങ്ങനെ വരുന്നുണ്ടോ? ആരെങ്കിലും അതിനെ പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ല. എല്ലാ നാട്ടുകാർക്കും വേണ്ടത് നല്ല ഇമാമിനെ. നാട്ടിലാരെങ്കിലും ഉണ്ടോ? ആരുമില്ല. അവരൊക്കെ അവഗണിക്കണം. 10,000 റുപ്യ കൊടുത്തിട്ട് ലോകത്തെന്ത് മാറിയാലും മാറാത്തൊരു സാധനം ഈ പള്ളിയിൽ നിൽക്കുന്ന ഇമാമിന്റെ ശമ്പളാണ്. അത് 15,000 നഹവിലെ പ്രയോഗമുണ്ട്, മബനീയ എന്നാണ്. വെറുതെ പറയല്ല, അത് മാറൂല. അതിന് മാറ്റല്ല. ഞങ്ങൾ ചെലവ് കൊടുക്കുന്നില്ലേ, നമ്മൾ ചോറ് കൊടുക്കില്ലേ, ചാറ് കൊടുക്കില്ലേ? എന്നാലോ നല്ല പ്രസംഗം വേണം, നല്ല ഖുത്ബ വേണം, നല്ല ഓത്ത് വേണം. എന്തൊക്കെയാണ് നിബന്ധനകൾ? നല്ല ആളെ കിട്ടണം. പക്ഷേ ആ ഒരു ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടോ? ഇതിങ്ങനെ ഉണ്ടെങ്കിലല്ലേ നമുക്കത് ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അപ്പൊ അതിന് സപ്പോർട്ട് ചെയ്യാനെങ്കിൽ തയ്യാറാവണം. അങ്ങനെ മരണവാർത്ത കേൾക്കുമ്പോൾ അള്ളാഹ് പറഞ്ഞിട്ടുള്ളത്, അല്ലദീന ഇദാ അസ്വാബത്തുഹും മുസീബത്തുൻ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമുക്കൊക്കെ അത് പറയാനേ കഴിയൂ. നമ്മളൊക്കെ അള്ളാഹുവിന്റെ അടിമകളാണ്. ഇന്നാ ലില്ലാഹ് ഇന്നനാ ഇബാദുൻ ലില്ലാഹ് എന്നതിന്റെ അർത്ഥം. നമ്മളൊക്കെ അള്ളാഹുടേതല്ല.
നമ്മളൊക്കെ അള്ളാഹുവിന്റെ അടിമകളാണ്. വഇന്നാ ഇലൈഹി റാജിഊൻ, നമ്മളൊക്കെ അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോണ്ടവരാണ്. ദുനിയാവ് എത്ര കിട്ടിയാലും പടച്ചതമ്പുരാന്റെ ഖുർആൻ വ്യക്തമാക്കുന്നിടത്തോളം കാലം പരലോകമാണ് വൽ ആഖിറത്തു ഖൈറും വബഖാ, അതിന് ഏറ്റവും നല്ലത്. അതുകൊണ്ട് ഇങ്ങനത്തെ മരണവാർത്തകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് അവരുടെ മയ്യത്ത് നിസ്കരിക്കുക, ജനാസയിൽ പങ്കെടുക്കുക, അവരുടെ കുടുംബത്തെ ആശ്വസിപ്പിക്കുക. അതോടൊപ്പം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ അല്ലാഹുമ്മ അജ്റുനി ഫീ മുസീബതി വഅഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ എന്ന് പ്രാർത്ഥിക്കുക. അല്ലാഹുവേ, ഈ മുസീബത്തിൽ നമുക്ക് പ്രതിഫലം തരണം, അതിനേക്കാൾ നല്ലത് ഞങ്ങൾക്ക് വേറെ തരണം, അങ്ങനെ പ്രാർത്ഥിക്കണ്ടേ. ഈ മുസീബത്തിൽ ഞങ്ങൾക്ക് പ്രതിഫലം തരികയും ഈ മുസീബത്തിനേക്കാൾ നല്ലൊരു കാര്യം ഞങ്ങൾക്ക് തരികയും പകരമായി തരികയും ചെയ്യണേ എന്ന. അതുകൊണ്ടാണ് നേരത്തെ സക്കരിയ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചത് യരിസുനി വയരിസു മിൻ ആലി യഖൂബ് വജ്അൽഹു റബ്ബി റളിയ. നോക്കൂ, ആ ഒരു മനസ്സിന്റെ ഒരു ശുദ്ധത. എന്തിനാണ് എനിക്ക് കുട്ടിയെ അനന്തരമെടുക്കാനാണ്. യഖൂബ് നബിയുടെ കുടുംബത്തിൽ അതെന്താ അനന്തരെടുത്തത്? ഇൽമ് അനന്തരമെടുക്കാനാണ്. അതുകൊണ്ട് വജ്അൽഹു റബ്ബി റളിയ, പടച്ചോനെ ആ കുട്ടിയെ നല്ല റളിയായ, റളിയ എന്ന തൃപ്തിപ്പെട്ട ഒരു കുട്ടിയാക്കണം എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞു. ആ സക്കരിയ അലൈഹിസ്സലാം ഒരു റളിയിനെ ചോദിച്ചപ്പോ യാ സക്കരിയ ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ ഇസ്മുഹു യഹ്യാ ലം നജ്അൽ ലഹു മിൻ ഖബ്ലു സമീയ. ഒരു നബിയെയാണ് കൊടുത്തത്. റളിയനെ ചോദിച്ചപ്പോൾ നബിയെ കൊടുത്തു എന്നാണ്. ഇതുവരെ കേൾക്കാത്ത യഹ്യ എന്ന പേരുള്ള ഒരു കുട്ടിയെ നിനക്ക് തരാമെന്ന് പറഞ്ഞുകൊണ്ട് ആ സക്കരിയ അലൈഹിസ്സലാമിന്റെ ആഗ്രഹം സഫലമാക്കുക. ഞാൻ പറഞ്ഞു വരുന്നത്, മരിച്ചുപോയ ഒരുപാട് നേതാക്കന്മാരുണ്ട്. അവരൊക്കെ ഒരുപാട് ത്യാഗം സഹിച്ചിട്ടുണ്ട്. അതിനൊക്കെ പകരമായി വരേണ്ടത് ഇനി നമ്മളൊക്കെയാണ്. ഓരോരുത്തരും ഇങ്ങനെ മരിക്കുമ്പോൾ പകരം കുറഞ്ഞു വന്നാൽ നാട്ടിൽ വലിയ 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 പ്രയാസങ്ങൾ ഉണ്ടാക്കും. അതൊക്കെ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ ചിന്തിക്കണം, കാര്യങ്ങൾ തിരിച്ചറിയണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസല്ലി വസല്ലിം അലാ ഖാതിമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു തഖ്വല്ലാഹി ഇബാദതി اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكن من الخاسرين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الدين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.